സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹ. എന്റെ മകളെ, ദൈവം നിന്നെ സൃഷ്ടിച്ചു. ജെറമ്യായുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ട് ദൈവം എവിടെയാണ് നമ്മളെ നട്ടത്? ഈശോയുടെ ശരീരത്തിൽ അവൻ ഈശോയുടെ രക്തം കൊണ്ട് നമ്മളെ നട്ടു. അത് കഴിഞ്ഞ തിരുവചനത്തിന്റെ അവസാനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ നീ എങ്ങനെ കാട്ടുമുന്തിരിയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് വിശിഷ്ടമായ മുന്തിരിച്ചെടിയായിട്ടാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കണം. അതോ കാട്ടുമുന്തിരിയായിട്ടാണോ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. കാട്ടുമുന്തിരിയായിട്ടാണെങ്കിൽ ആ പഴയ സ്നേഹത്തിലേക്ക്, ആ പഴയ മാവിലേക്ക് ഈശോനെ തിരികെ വിളിക്കുന്ന നിമിഷങ്ങളാണ്. ഒന്ന് പൂർണ്ണമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ ഹൃദയങ്ങളെയും എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പാട്ടിനോട് ചേർന്ന് ഈശോയെ നമുക്ക് കൂടുതലായിട്ട് സ്നേഹിക്കാം. ഒരല്പനേരമെങ്കിലും എൻ്റെ ഈശോയെ അങ്ങിലേക്ക് കൂടുതലായിട്ട് അലിഞ്ഞു ചേരുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഈ ലോകത്തിൽ മറ്റെന്ത് എനിക്ക് സ്വന്തമായിട്ട് വേണം? മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്തതെല്ലാം പിഴുതു മാറ്റപ്പെടും. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പിതാവിനോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ കാർലോ അക്വിറ്റീസിന്റെ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. കാർലോ അക്വിറ്റീസ് പ്രകാരം പറയുന്നുണ്ട്, ലോകത്തിലേക്ക് നോക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ നോക്കുന്നതാണ് നമ്മുടെയൊക്കെ സങ്കടം. ദൈവത്തിലേക്ക് നോക്കുന്നതാണ് സന്തോഷം. നമ്മുടെ ജീവിതം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും കണ്ണെടുക്കാതെ ഈശോയിലേക്ക് തന്നെ നോക്കി നമുക്ക് ജീവിക്കാൻ പഠിക്കാം. ഈശോയെ, ഈ ഭൂമിയിൽ ഞാൻ വലുതാണെന്ന് കരുതി വെച്ചിരിക്കുന്ന എൻ്റെ സ്നേഹിതര്, ഞാൻ ഉയരങ്ങളിൽ കയറ്റി വെച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, എൻ്റെ മാതാപിതാക്കള്, അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടതായ എല്ലാവരും ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് എന്നെ ഒറ്റയ്ക്കാക്കി കടന്നു പോകും. അവരുടെ ഹൃദയമിടിപ്പുകളെല്ലാം അളവില്ലാതെ
വിശുദ്ധ കാർലോസ് സക്കീറ്റസ് നമ്മളെ പോലെ ഓടി നടന്നും പന്ത് കളിച്ചും സിനിമ കണ്ടും സമരത്തിന് പോയി വീഡിയോ ഗെയിമുകൾ കളിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഇന്റർനെറ്റ് ഉപയോഗിച്ചും എല്ലാം വളർന്നു. സംതൃപ്തനാക്കിയത് ദിവികാറിന്റെ ഈശോയെയാണ്. ദിവികാറിന്റെ ഈശോയെ കൂടാതെ കാർലോസ് ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. എന്തു ചെയ്യുമ്പോഴും എന്താരംഭിക്കുമ്പോഴും ദിവികാറിന്റെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ആരാധിച്ച് ഈശോയെ ഒഴിക്കുന്ന ഒരു വ്യക്തിയാണ്. കടാക്ഷം തൂകണമേ വത്സലസുതരിൽ ചിന്തണമേ ദിവ്യവരങ്ങൾ. ജീവനേ സ്വന്തമേ അങ്ങേ ജീവനേ സ്വന്തമേ അങ്ങേ Subscribe now and press the bell icon. Never miss an update.